നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണോ, ലൈക്സ് കുറവാണോ, വ്യൂസ് കുറവാണോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 ഫോളോവേഴ്സ് വരെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. നേരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് പരിചയപ്പെടാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതേപോലത്തെ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മച്ചന്മാരെ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് 10 രൂപ തൊട്ട് ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. 10 രൂപ കൊടുത്ത് വരെ ഫോളോവേഴ്സ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഓർഡർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 100% നമുക്ക് വിശ്വസിച്ച് ഈ വെബ്സൈറ്റിൽ നിന്നും ഫോളോവേഴ്സ് ലൈക്സ് വാങ്ങാൻ പറ്റും. കേരളക്കാർ ഇറക്കിയ ഒരു വെബ്സൈറ്റാണിത്, keralabooster.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി എങ്ങനെയാണ് ഫോളോവേഴ്സിനെ വാങ്ങുന്നത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക്. ഓക്കെ, നമ്മൾ പാസ്വേഡോ ഒന്നുമേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒന്നുമേ കൊടുക്കാതെ തന്നെ നമുക്കിതിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. വെറും യൂസറിനെ മാത്രം കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന്. ആദ്യമേ നമ്മൾ സൈറ്റിലേക്ക് വന്നാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് താഴോട്ട് നീക്കി വരിക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടോ, ക്രിയേറ്റ് അക്കൗണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു സൈറ്റിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ പേര് എൻ്റർ ചെയ്യുകയാണ്. നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വ്യക്തമായിട്ട് എൻ്റർ ചെയ്യുക. ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ മച്ചാന്മാരെ, ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ താഴത്തെ ബോക്സിലും എൻ്റർ ചെയ്യുക. അപ്പം ഞാൻ അതും ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. ഓപ്ഷനിലാണ്. കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. ശേഷം നമ്മൾ താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ബോക്സിൽ ടിക്ക് കൊടുക്കുക. ശേഷം നമ്മൾ ഏറ്റവും താഴെ കാണുന്ന സൈനപ്പ് എന്നുള്ള ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേരാണ് ഈ സൈറ്റ് വഴി ഫോളോവേഴ്സ് ലൈക്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, പുതിയ റീലൊക്കെ ഇടുമ്പോൾ അവർ ഓർഡർ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഇത് കണ്ടോ, 3 വർഷമായിട്ടുണ്ട്. 16,640 ഓർഡേഴ്സാണ് അവർക്ക് ടോട്ടൽ ഇപ്പോൾ എല്ലാ ആൾക്കാരുടെ ഈ സൈറ്റിൽ കയറി ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സൈറ്റ് വഴി എങ്ങനെയാണ് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ താപ്പോട്ട് നീക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മച്ചന്മാരെ, സർവീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 സർവീസാണ് ആകെ ഉള്ളത്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, ഇൻസ്റ്റഗ്രാം ലൈക്സ്, ഇൻസ്റ്റഗ്രാം വ്യൂസ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്താൽ നമ്മൾ താഴോട്ട് നിൽക്കുമ്പോൾ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. 399 രൂപയ്ക്ക് 1000 ഫോളോവേഴ്സ് നമുക്ക് കിട്ടും. എന്നാൽ 399 രൂപയ്ക്ക് 1000 മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഫോളോവർ വേണമെങ്കിൽ കൂട്ടാം. അതിൻ്റെതായ പൈസ വരുന്നുള്ളൂ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നിൽക്കിയാൽ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കണം. ഫോളോവേഴ്സ് ചെയ്ത അക്കൗണ്ടിലോട്ടാണോ കൂട്ടേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഫോളോവേഴ്സ് കയറൂ. അപ്പം ഞാൻ ജസ്റ്റ് യൂസർ നെയിം എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ താഴെ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ എത്ര ഫോളോവേഴ്സാണ് നമുക്ക് വേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം ഞാനൊരു 100 ഫോളോവർ കൂട്ടാൻ പോവുകയാണെങ്കിൽ 100 ഫോളോവറിന് വെറും 39.90 പൈസയെ വരുന്നുള്ളൂ. ഓക്കെ, 39.90 പൈസ 100 ഫോളോവറിന് വരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ എഴുതിയേക്കുന്നത് എന്താണ്, ഇപ്പോൾ എൻ്റെ സൈറ്റിൽ ഫണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടായോ? ഇപ്പോൾ 39.90 പൈസയാണ്. അപ്പോൾ എനിക്ക് 40 രൂപ ഇതിലേക്ക് ആഡ് ചെയ്താലേ 100 ഫോളോവർ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം മച്ചന്മാരെ, നമുക്ക് ഈ വെബ്സൈറ്റിൽ ഇനി ഫണ്ട് ആഡ് ചെയ്തിടണം. എന്നിട്ട് ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഫോളോസോ ലൈക്സോ എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് മേളോട്ട് നീക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കറൻറ്റ് ബാലൻസ് 0 ആണ്, ഫണ്ടൊന്നുമില്ല. മേളിലും കാണാൻ സാധിക്കും 0 ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മളിതിൽ ഫോളോസ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് ആഡാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് നൗ എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്തൊരു പേജിലേക്ക് നമ്മൾ ലോഡായി വരുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് ലോഡായി വരും. നിങ്ങൾ എപ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തിയാലും ഇവിടെ ഹൗ ടു ആഡ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം.
കാരണം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന രീതിയിലായിരിക്കില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്ന രീതി മാറിയെന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോൾ വെബ്സൈറ്റിൽ വന്നാലും ഇവിടെ എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കാണും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടി ഏറ്റവും മേളിൽ എമൗണ്ട് എന്നുള്ള ബോക്സിൽ എത്ര ഫണ്ടാണോ ആഡ് ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 40 രൂപയാണ് ആഡ് ചെയ്യുന്നത് 100 ഫോളോവറിന് വേണ്ടിയിട്ട്. 40 രൂപ ആഡ് ചെയ്തിട്ട് ഞാൻ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തൊരു പേജിലേക്കാണ് ലോഡായി എത്തുന്നത്. അത് എങ്ങനത്തെ പേജാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും ലോഡായി എത്തുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു QR സ്ക്രീൻഷോട്ട് എടുക്കുക. 3 കൈ കൊണ്ട് വരച്ച സ്ക്രീൻഷോട്ട് ആവും. ശേഷം നിങ്ങൾ ഏത് പേയ്മെൻറ്റ് ആപ്പ് വെച്ചാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുക. ഗൂഗിൾ പേ വെച്ച് വേണമെങ്കിൽ ഗൂഗിൾ പേ വെച്ച് ചെയ്യാം, ഫോൺ പേ വെച്ച് വേണമെങ്കിൽ ഫോൺ പേ വെച്ച് ചെയ്യാം, പേടിഎം വെച്ചാണെങ്കിലും പേടിഎം വെച്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫോൺ പേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഫോൺ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഏറ്റവും താഴെ തന്നെ നമുക്ക് QR അപ്ലോഡ് ചെയ്യാനുള്ള ഒരു QR പടമുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ലോഡ് QR എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു അപ്ലോഡ് QR ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത QR ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഇടപെട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് താണ്ട് ഇതേപോലെ വരും. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. UPI പിൻ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. 40 രൂപ പേയ്മെൻറ്റ് സക്സസ് ആയി. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ സൈറ്റിൽ വരിക. സൈറ്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസോ ബാക്കോ ഒന്നും അടിക്കരുത്, ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീലോഡായി നമ്മുടെ സൈറ്റിൻ്റെ പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് വെരിഫൈ പേയ്മെൻറ്റ് എന്നുള്ളിടത്ത് ഓക്കെ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫണ്ടിൽ 40 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, 40 രൂപ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പേജിലേക്ക് പോകുക. അതിനുവേണ്ടി കേരള ബൂസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് റീപ്ലൈ ആണ്, സപ്പോർട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോളോവേഴ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് പരിചയപ്പെടാം. ഇപ്പം നമ്മുടെ ബാലൻസിൽ 40 രൂപ വന്നേ, മേളിൽ 40 രൂപ വന്ന്. അപ്പോൾ ഈ ഫണ്ട് വെച്ച് നമുക്ക് ഫോളോസ് ഓർഡർ ചെയ്യണമല്ലോ. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. നേരത്തെ പറഞ്ഞ പോലെ സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത്, അതായത് ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറും. തെറ്റാതെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ യൂസർ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത്, നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ശേഷം താഴെ ക്വാണ്ടിറ്റി, എത്ര ഫോളോവറാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ 1000 ഫോളോവർ വേണമെന്നുണ്ടെങ്കിൽ 399 രൂപ കൊടുക്കണം. 800 ഫോളോവർ വേണമെന്നുണ്ടെങ്കിൽ 319 രൂപ കൊടുക്കണം. 10,000 ഫോളോവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3990 കൊടുക്കണം. ഞാനിവിടെ 100 ഫോളോവറാണ് ഓർഡർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഞാനിവിടെ 100 എൻ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റി എനിക്ക് 100 ഫോളോവറാണ് വേണ്ടത്. 100 ഫോളോവറിന് 39.90 പൈസയാണ് വരുന്നത്. ശേഷം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ താഴെ പ്ലേസ് ഓർഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ സക്സസ് ആയി. ഇനി നമ്മൾ മേലോട്ട് നീക്കി വന്നാൽ നമ്മുടെ ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫണ്ട് ഇവിടെ ഇപ്പം വെറും 10 പൈസയേ ഉള്ളൂ. കാരണം നമ്മൾ 40 രൂപയാണ് 40 രൂപയാണ് ആഡ് ചെയ്തത്. അതിൽ 39.90 പൈസയ്ക്ക് 100 ഫോളോവർ ഓർഡർ ചെയ്ത്. അപ്പം ഇനി നമുക്ക് ഈ ഫോളോവറിൻ്റെ സ്റ്റാർട്ടായെന്നൊക്കെ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ജസ്റ്റ് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓർഡേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തൊരു പേജിലേക്ക് ലോഡായി എത്തും ഗൈസ്. അവിടെ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഹിസ്റ്ററിയൊക്കെ കാണാൻ പറ്റും. സ്റ്റാർട്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം ജസ്റ്റ് നമ്മൾ താപ്പോട്ട് നിൽക്കി വന്നാൽ ഫോളോവേഴ്സ് കയറാൻ ടൈം എന്തെങ്കിലും ഒരുപാട് ടൈം, ഇപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റാണ് സ്റ്റാർട്ട് ആവാൻ ടൈം. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നാൽ ഇവിടെ വാട്സപ്പ് നമ്പറുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. മലയാളികളുടെ വെബ്സൈറ്റാണ്.
പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, മച്ചാന്മാരെ, ഈ ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോയോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിച്ചാലോ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എൻ്റെ വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് എനിക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ പറ്റിയ കിടിലൻ വെബ്സൈറ്റാണ്. അതും കേരളക്കാരിറക്കിയ വെബ്സൈറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് keralabooster.com എന്നാണ്. നിങ്ങൾക്ക് ലൈക്സും വ്യൂസും ഒക്കെ ഓർഡർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈക്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഫോളോസ് കൂട്ടാൻ നേരത്ത് യൂസർ നെയിം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വ്യൂസ് എടുക്കുകയാണെന്ന് വെച്ചോ, വ്യൂസ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴോട്ട് നീക്കിയിട്ട് ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്, ഏത് വീഡിയോയ്ക്കാണോ, ഏത് റീൽസ് വീഡിയോയ്ക്കാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, റീൽ വീഡിയോയ്ക്ക് 1000 വ്യൂസിന് 30 രൂപയെ വരുന്നുള്ളൂ. ലൈക്സിനാണെങ്കിൽ 1000 ലൈക്സിന് 79 രൂപ. ഫോളോസ് ആണെങ്കിൽ 1000 ഫോളോസിന് ഏകദേശം 399 രൂപ. ഓക്കെ, അപ്പോൾ അടിപൊളി വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ സാധിക്കും. വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സപ്പ് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ലൈക്സൊക്കെ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പം ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബൈ.